എല്ലാവർക്കും കൊമേഴ്സ് ടോപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിന്റെ ബേസിക് ടേമിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ബേസിക് ടേമിൽ നമ്മൾ പഠിച്ചത് അസറ്റ് എന്താണെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഈ 3 ടേം ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ അതിന്റെ ബാക്കിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് സമയം വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് ടേമാണ് പർച്ചേസ്, സെയില്, സൺഡ്രി ക്രെഡിറ്റർ, സൺഡ്രി ഡെപ്റ്റർ. ഇതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ഇത് മനസ്സിലായാൽ മാത്രമേ എന്ത് ചെയ്യൂ, നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അക്കൗണ്ടിങ്ങിന് ഈ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് നമ്മൾ ടേംസ് പഠിച്ചതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മൾ അക്കൗണ്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ തീരുന്നവരെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതിൽ ഫസ്റ്റത്തേത് പർച്ചേസ്. എന്താണ് പർച്ചേസ്? പർച്ചേസ് നമുക്ക് സിമ്പിളി പറയാം, ഇറ്റ് റെഫേഴ്സ് ടു പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇൻ വിച്ച് ബിസിനസ് ഡീൽസ് ഇൻ ഫോർ ക്യാഷ് ഓർ ക്രെഡിറ്റ്. ഒന്നുകൂടെ പറയാം, ഇറ്റ് റെഫേഴ്സ് ടു പർച്ചേസ് ഓഫ് ഗുഡ്സ് ഇൻ വിച്ച് ബിസിനസ് ഡീൽസ് ഇൻ ഫോർ ക്യാഷ് ഓർ ക്രെഡിറ്റ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനം എവിടുന്നേലും സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ക്യാഷിനോ അല്ലെങ്കിൽ കടത്തിനോ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏത് ഹെഡിൽ കാണിക്കാം? പർച്ചേസ് എന്ന് പറയുന്ന ഹെഡിൽ കാണിക്കാം. ഒരു ബിസിനസ് സ്ഥാപനം ക്യാഷിനോ അല്ലെങ്കിൽ കടമായിട്ടോ സാധനം വാങ്ങുന്നതിനെ പറയുന്ന പേരാണ് പർച്ചേസ്. അതായത് ഞാനൊരു തുണിക്കട നടത്തുന്നു, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഹോൾസെയിൽ ആയിട്ട് തുണി കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, നാട്ടിൽ നിന്ന് വിൽക്കുന്നു. അപ്പൊ ഞാൻ അവിടുന്ന് ഹോൾസെയിൽ ആയിട്ട് തുണി കൊണ്ടുവരുന്നതിനെ ഞാൻ വിളിക്കുന്ന പേരാണെന്ത്? പർച്ചേസ്. എനിക്ക് എങ്ങനെയെല്ലാം കൊണ്ടുവരാം? ക്യാഷ് കൊടുത്തിട്ടും കൊണ്ടുവരാം, അതുപോലെ കടം പറഞ്ഞിട്ടും കൊണ്ടുവരാം. ഓക്കെ, രണ്ടാണെങ്കിലും എന്ത് പറയും? പർച്ചേസ് എന്ന് പറയുന്ന ഹെഡിൽ നമ്മൾ കാണിക്കും. അതായത് ക്യാഷിന് വാങ്ങിച്ചാലും പർച്ചേസിൽ കാണിക്കും, അതുപോലെ കടത്തിന് വാങ്ങിച്ചാലും എന്ത് ചെയ്യും? പർച്ചേസിൽ കാണിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തേതാണെന്ത്? സെയിൽ. എന്താ സെയിൽ? സെയിൽ എന്ന് വെച്ചാൽ ഞാനിപ്പോ തുണി വാങ്ങിച്ച് എന്റെ ബിസിനസ്സിൽ കൊണ്ടുവന്നു, ഞാൻ എന്റെ ബിസിനസ്സിൽ തുണി വിൽക്കുന്നു, കസ്റ്റമർ വന്നിട്ട് സാധനം വാങ്ങിക്കുന്നു, അതാണ് എന്ത്? സെയിൽ. ഇറ്റ് റെഫേഴ്സ് ടു സെയിൽ ഓഫ് ഗുഡ്സ് ഇൻ വിച്ച് ബിസിനസ് ഡീൽസ് ഇൻ ഫോർ ക്യാഷ് ഓർ ക്രെഡിറ്റ്. അതായത് ക്യാഷിനോ കടത്തിനോ സാധനം വിൽക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? സെയിൽ. ഇപ്പൊ എനിക്ക് പരിചയമുള്ള ഒരാളാണ്, എന്റെ വീട്ടിനടുത്തുള്ള ആളാണ്. അപ്പൊ എന്റെ കടയിൽ നിന്ന് വന്നിട്ട് തുണി വാങ്ങിച്ചിട്ട് വന്നു, ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് പൈസ തരാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? ക്രെഡിറ്റ് ആണ്, ക്രെഡിറ്റ് സെയിൽ. ക്യാഷ് കൊടുത്തിട്ടാണെങ്കിലോ അത് ക്യാഷ് സെയിൽ. ഇങ്ങനെ ക്യാഷിനാണെങ്കിലും ക്രെഡിറ്റിനാണെങ്കിലും സാധനം വിൽക്കുന്നതിന് പറയുന്ന പേരാണ് സെയിൽ. ഓക്കെ, ഇനി ക്യാഷിനാണെങ്കിലും അതുപോലെ കടത്തിനാണെങ്കിലും സാധനം വാങ്ങുന്നതാണ് എന്ത്? പർച്ചേസ്. വിൽക്കുന്നതാണ് എന്ത്? സെയിൽ. ഇത് മനസ്സിലാക്കി വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് എപ്പോഴും മാറിപ്പോകുന്ന ഒരു 2 ടേമാണ് ക്രെഡിറ്ററും ഡെപ്റ്ററും. സൺഡ്രി ക്രെഡിറ്റർ. ആരാണ് സൺഡ്രി ക്രെഡിറ്റർ? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആരാണ് സൺഡ്രി ക്രെഡിറ്റർ? അതായത് നേരത്തെ പറഞ്ഞു, സാധനം എവിടുന്നെങ്കിലും നമുക്ക് എങ്ങനെ ചെയ്യാം? കടത്തിന് വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരുള്ള ഒരു ABC എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് കുറച്ച് തുണി ഹോൾസെയിലായിട്ട് കടത്തിന് വാങ്ങി. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഒരു 2 മാസം കഴിഞ്ഞിട്ട് പൈസ തരാമെന്നായിരുന്നു അവരോട് പറഞ്ഞത്. 2 മാസം കഴിയുമ്പോൾ ഞാൻ ആ പറഞ്ഞ ABC കമ്പനിക്ക് എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം. ഓക്കെ, അങ്ങനെ ബിസിനസ് സ്ഥാപനം ഏതെങ്കിലും വ്യക്തിക്കോ സ്ഥാപനത്തിനോ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്കാനുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സൺഡ്രി ക്രെഡിറ്റർ. ഓക്കെ, ഒരു ബിസിനസ് സ്ഥാപനം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്കാനുള്ള വ്യക്തികളെ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ വിളിക്കുന്ന പേരാണ് സൺഡ്രി ക്രെഡിറ്റർ. അപ്പൊ നമ്മൾ സാധനം മേടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? അങ്ങോട്ടേക്ക് പൈസ കൊടുക്കേണ്ടത്. അപ്പൊ ക്രെഡിറ്റ് പർച്ചേസ് സംഭവിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? സൺഡ്രി ക്രെഡിറ്റേഴ്സ് ഉണ്ടാവുക. ക്രെഡിറ്റേഴ്സ് എന്നും പറയും, സൺഡ്രി ക്രെഡിറ്റർ എന്നും പറയും. 2 പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ഉദ്ദേശിക്കുക. അപ്പൊ സാധനം നമ്മൾ എവിടുന്നെങ്കിലും ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തു. എങ്ങനെ ചെയ്തു? കടത്തിന് ചെയ്തു. അപ്പൊ കടത്തിന് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പൈസ അവർക്ക് കൊടുക്കണം.
അങ്ങനെ ബിസിനസ് സ്ഥാപനം ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്കാനുള്ള ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൺട്രി ക്രെഡിറ്റർ. ഓക്കെ, ഇനി അടുത്തത് സൺട്രി ഡെപ്റ്റർ. ആരാണ് സൺട്രി ഡെപ്റ്റർ? നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ഇപ്പൊ എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരാൾ വന്നിട്ട് സാധനം കടത്തിന് വാങ്ങിച്ചിട്ട് പോയി. ഓക്കെ, 2 മാസം കഴിഞ്ഞിട്ടാണ് എന്ത് അവരെനിക്ക് പൈസ തരുന്നത്. അങ്ങനെ ബിസിനസ്സിലേക്ക് ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ആ തരാനുള്ള വ്യക്തികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൺട്രി ഡെപ്റ്റർ. ഓക്കെ, ബിസിനസ്സിലേക്ക് ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ആ തരാനുള്ള വ്യക്തികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൺട്രി ഡെപ്റ്റർ. ഓക്കെ, ഇനി ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ കൊടുക്കാനുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് സൺട്രി ക്രെഡിറ്റർ. ഇനി ബിസിനസ്സിലേക്ക് ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ആ തരാനുള്ള ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൺട്രി ഡെപ്റ്റർ. ഓക്കെ, രണ്ടും മാറാൻ പാടില്ല, കൺഫ്യൂഷൻ ആവുന്ന ടേമാണ്. കൊടുക്കാനുള്ളത് ക്രെഡിറ്ററും കിട്ടാനുള്ളത് ഡെപ്റ്റർ. പർച്ചേസ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സൺട്രി ക്രെഡിറ്റർ ഉണ്ടാവുന്നത്. സെയിൽ ചെയ്യുമ്പോഴാണ് എന്ത്? സൺട്രി ഡെപ്റ്റർ ഉണ്ടാവുന്നത്. അതൊന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ ഒന്ന് ബോർഡ് ശ്രദ്ധിച്ചോ. പർച്ചേസിന് നേരെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രെഡിറ്റർ. ക്രെഡിറ്റർ എന്നും പറയാം, സൺട്രി ക്രെഡിറ്റർ എന്നും പറയാം. എന്തുകൊണ്ടാ പറയുന്നത്? സാധനം കടമായിട്ട് നമ്മൾ എവിടുന്നെങ്കിലും വാങ്ങിച്ചു, അങ്ങനെ വാങ്ങിക്കുമ്പോഴാണ് ആരുണ്ടാവുക? സൺട്രി ക്രെഡിറ്റർ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബിസിനസ് സ്ഥാപനം എവിടുന്നെങ്കിലും സാധനം വാങ്ങിച്ചു, കടമായിട്ടാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിച്ച ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? ക്രെഡിറ്റർ. അതായത് ബിസിനസ് സ്ഥാപനം ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവരാണ് ആര്? ക്രെഡിറ്റർ. അങ്ങനെ പൈസ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബിസിനസിന്റെ ബാധ്യതയാണ്. സോ അതുകൊണ്ട് നമ്മളിവിടെ ലാബിലിറ്റി എന്ന് പറഞ്ഞിട്ടെടുക്കുന്നു. ഓക്കെ, അപ്പൊ ക്രെഡിറ്റർ എന്താണ്? ബിസിനസിന്റെ ലാബിലിറ്റി. ബിസിനസ് സ്ഥാപനം ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവരാണ് ആര്? സൺട്രി ക്രെഡിറ്റർ. സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുന്നത് ബിസിനസിന്റെ ലാബിലിറ്റിയാണ്. ഓക്കെ, ഇനി രണ്ടാമത് സെയില്. സാധനം വിൽക്കുന്നു. എങ്ങനെ വിൽക്കുന്നു? കടത്തിന് വിൽക്കുന്നു. അപ്പോഴാണ് ആരുണ്ടാവുക? ഡെപ്റ്റർ ഉണ്ടാവുക. ബിസിനസ്സിലേക്ക് ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ആ തരാനുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ഡെപ്റ്റർ. ബിസിനസ്സിലേക്ക് ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ ആ തരാനുള്ള ആൾക്കാരാണ് ഡെപ്റ്റർ. ഓക്കെ, അപ്പം ഡെപ്റ്റർ എന്താണ്? അസറ്റ്. ബിസിനസ്സിലേക്ക് കിട്ടാനുള്ള പൈസ ബിസിനസിന്റെ അസറ്റ് അല്ലേ? സോ അത് അസറ്റ് ആയിട്ട് കാണിക്കുന്നു. ബിസിനസ് കൊടുക്കാനുള്ള പൈസ ബിസിനസിന്റെ ബാധ്യതയും ബിസിനസ്സിന് കിട്ടാനുള്ള പൈസ ബിസിനസിന്റെ അസറ്റുമാണ്. അപ്പൊ ബിസിനസ് ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അവര് ക്രെഡിറ്റർ. ബിസിനസ്സിലേക്ക് ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ അവരാരാണ്? ഡെപ്റ്റർ. ഡെപ്റ്റർ എന്ന് പറയുന്ന അസറ്റ് ആണ്. ക്രെഡിറ്റർ എന്ന് പറയുന്നതോ ലാബിലിറ്റി ആണ്. ഓക്കെ.